പത്തനംതിട്ടയിലെ എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് മണ്ഡലത്തിൽ ആവേശോജ്വല സ്വീകരണം. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം അനിൽ ആന്റണി മണ്ഡലത്തിൽ പ്രചാരണത്തിനും തുടക്കമിട്ടു. രാവിലെ 9 മണിയോടെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് അനിൽ ആന്റണി പ്രചാരണത്തിന് തുടക്കമിട്ടത്. നാളികേരമുടച്ച് ദർശനം നടത്തി തിരുവാഭരണ മാളികയും സന്ദർശിച്ചു. ബി.ജെ.പി. ജില്ലാ നേതൃത്വവും വലിയ കോയിക്കൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റും അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിലും പ്രവർത്തകർ അദ്ദേഹത്തിന് സ്വീകരണമൊരുക്കിയിരുന്നു. LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ച് പ്രതിസന്ധിയിലാക്കിയ കേരളത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയിൽ മാത്രമാണ് പ്രതീക്ഷയെന്ന് അനിൽ ആന്റണി പറഞ്ഞു. ഈ 10 വർഷത്തിൽ ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ കേരളം പുറകോട്ട് പോകുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ അടുത്ത 25 വർഷത്തിൽ ഒരു വികസിത ഭാരതമാക്കാൻ മോദിജിയും ഭാരതീയ ജനതാ പാർട്ടിയും പ്രവർത്തിക്കുന്നു. പക്ഷേ കേരളം ഒരിടത്തും എത്തുന്നില്ല. അപ്പോൾ കേരളം ഇനി മാറണമെങ്കിൽ ഇവിടെ ഒരു വികസിത കേരളം ഉണ്ടാകണം, അല്ലെങ്കിൽ ഇവിടെ ഈ പത്തനംതിട്ട തന്നെ മാറണമെങ്കിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കേരളവും ഈ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ കൂടെ പോകുന്നതിന് വേണ്ടി മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടതിന് വേണ്ടി ഇവിടെ നിന്നും നിരവധി MP-മാർ ജയിക്കേണ്ട സമയം അനിവാര്യമായിരിക്കുന്നു. ആ സമയം ഇതാണ്. ചങ്ങനാശ്ശേരി NSS ആസ്ഥാനവും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. മണ്ഡലത്തിൽ പ്രചാരണം സജീവമാകുമ്പോൾ ഏറെ ആവേശത്തിലാണ് പ്രവർത്തകരും. ജനം, പത്തനംതിട്ട.